الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് മാന്യമായി ആ പരിശുദ്ധ റമദാനിന് നൽകേണ്ട സ്ഥാനത്തോടെ, പവിത്രതയോടെ സ്വീകരിക്കണോ അതോ റമദാനിനെ തിരസ്കരിക്കണോ എന്ന് തീരുമാനിക്കാൻ
അതാണ് നമുക്കുള്ള അവസരം. പാപമുക്തിയും നരകമുക്തിയും നേടാൻ സർവലോക സിദ്ധാവിന്റെ സമ്മാനമാണ് പരിശുദ്ധ റമദാൻ. പൂർണ്ണ ഹൃദയത്തോടുകൂടി റബ്ബിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ ആത്മാർത്ഥമായി നമ്മൾ സന്നദ്ധരാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിന്റെ സന്തോഷ വാർത്ത സഹാബത്തിനെ അറിയിക്കാനുണ്ടായിരുന്നു. അതാകും റമദാൻ ശഹ്റും മുബാറകുൻ ഫർള അസ്സ വജല്ല അലൈക്കും സിയാമ. നിങ്ങൾക്കിതാ അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാസം ഇതാ സമാഗതമായിരിക്കുന്നു. പടച്ച തമ്പുരാന പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുക എന്നത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മാനവരാശിക്ക് മാർഗദീപമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലോകത്തിന് സന്മാർഗവും സത്യാസത്യ വിവേചനവുമാണ് വിശുദ്ധ ഗ്രന്ഥം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആ പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, പൂർവികരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിതാ നിർബന്ധമാക്കിയിരിക്കുന്നു. സൂക്ഷ്മതയുള്ള ആളുകളായി മാറണം എന്നതാണ് നോമ്പിന്റെ ഉദ്ദേശം. അല്ലാഹുവിന്റെ വിളിച്ചു പറയുന്ന മാലാകമാർ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ വിളിച്ചു പറയുന്നു. വയുനാദി മുനാദിൻ. വിളിച്ചു പറയുന്ന അല്ലാഹുവിന്റെ മാലാകമാർ പറയും, യാ ബായിൽ ഖൈരി അക്ബിൽ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സമയം കളയാതെ മുന്നോട്ട് വരൂ. യാ ബായിൽ ശർരി അക്സിർ. തിന്മ മാത്രം, തെറ്റുകൾ മാത്രം, പാപങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളെ അക്സിർ, ഒന്ന് കുറച്ചോളൂ. തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് മുന്നിടൂ എന്ന് അല്ലാഹുവിന്റെ മാലാകമാർ വിളിച്ചു പറയുന്ന ദിവസങ്ങളുടെ അടുത്താണ് സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്നത്. ക്ഷമയുടെയും സഹനത്തിന്റെയും തൗബയുടെയും പാപമോചനത്തിന്റെയും പരിശുദ്ധ മാസമാണ് റമദാൻ. ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ ഈ ദുനിയാവിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗം നേടുക എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മറക്കെ തുറന്നു വെച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മറക്കെ തുറന്നു വെക്കുന്നു. നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ ജന്മശത്രുവായ പിശാചിനെ അല്ലാഹു ചങ്ങലക്കിടുന്നു. സ്വർഗത്തിന് 8 കവാടമുണ്ട്. ഓരോ കവാടത്തിനും പ്രത്യേകം പേരുകളുണ്ട്. 8 കവാടത്തിലൂടെ മാടി വിളിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. ആ കൂട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകും. 8 കവാടത്തിൽ നിന്നും മാലാകമാർ മാടി വിളിച്ചുകൊണ്ട് ഇതിലെ വരൂ എന്ന് അവരെ സ്വീകരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ സഹോദരങ്ങളെ ഒരു വാതിലെങ്കിലും നമുക്കുണ്ടാകുമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പണിയെടുക്കാതെ അമലുസ്വാലിഹ്യങ്ങൾ ചെയ്യാതെ ഒന്നും പ്രവർത്തിച്ചില്ല എങ്കിലും
നമ്മുടെ മനസ്സിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള മോഹമുണ്ട്. പക്ഷേ നരകത്തിന്റെ കവാടങ്ങൾ കുത്തിയടച്ചിട്ടും ഇനിയും നരകത്തിലേക്ക് തിരക്കി പോകുന്ന ഹതഭാഗ്യന്മാരെ പരിശുദ്ധ റമദാനിൽ പോലും നമുക്ക് കാണാം. മനുഷ്യവർഗത്തെ പീഡിപ്പിക്കുമെന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത പിശാച് വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും അതുപോലെ തന്നെ മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും ഞാൻ വരികയും പടച്ചവനെ നിന്റെ അടിമകളിൽ അധികം ആളുകളെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ചാണ് പിശാച് പ്രതിജ്ഞ ചെയ്യുന്നത്. പടച്ച തമ്പുരാൻ ഉടനെ മറുപടി നടത്തി, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നിന്നെ പിന്തുടർന്ന മുഴുവൻ ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആ പിശാചിനെ ചങ്ങലക്കിടുന്ന മാസമാണ് റമളാൻ. റമളാനായി കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ പിശാചിനെയും അള്ളാഹു ചങ്ങലക്കിടുമെന്നാണോ നമ്മൾ മനസ്സിലാക്കി വെച്ചത്? ആത്മാർത്ഥമായി റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പിശാച് മുട്ടുമടക്കും. അള്ളാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ശൈത്താൻ പറഞ്ഞു, എനിക്ക് റബ്ബേ നിനക്ക് ഇഖ്ലാസുള്ള അടിമകളെ പിഴപ്പിക്കാൻ കഴിയില്ല. ഇഖ്ലാസോടുകൂടി നമ്മൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ അമൽ ചെയ്യുമ്പോൾ ഈമാൻ എന്ന ചങ്ങലയിൽ പിശാചിനെ നമുക്ക് ഓരോരുത്തർക്കും ബന്ധിപ്പിക്കാൻ കഴിയണം സഹോദരങ്ങളെ. അതല്ല ശൈത്താന്റെ ശല്യം ഉണ്ടാവില്ല എന്നല്ല. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ ശൈത്താനെ ചങ്ങലക്കിടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. 8 കവാടങ്ങളിൽ ഒരു കവാടം നോമ്പുകാർക്ക് മാത്രം. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാൽ ലഹു അർ-റയ്യാൻ. റയ്യാൻ എന്ന് വിളിക്കുന്ന ഒരു കവാടം സ്വർഗ്ഗത്തിലുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ആ കവാടത്തിലൂടെ ആയിരിക്കും സ്വർഗത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹും അഹദുൻ ഗൈറു. നോമ്പുകാരല്ലാത്ത ഒരാൾക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാനാവില്ല. യഥാർത്ഥമായ നോമ്പ് നോറ്റ മുഴുവൻ ആളുകളെയും ആ റയ്യാൻ കവാടത്തിലൂടെ അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിലേക്ക് ആനയിക്കും. ഫൈദാ ദഖലു ഉഗ്ലിക ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. നോമ്പുകാർ മുഴുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ റയ്യാൻ എന്ന കവാടം പൊട്ടിയടക്കപ്പെടുകയും മറ്റൊരാൾക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പരിശുദ്ധ റമദാനിലെ ഒരൊറ്റ നോമ്പിന് പകരമായി കാലമത്രയും നമ്മൾ നോമ്പ് നോറ്റാൽ പോലും കടം വീടുമെങ്കിലും അതിന് സമാനമാകില്ല. യാത്രക്കാർക്കും അതുപോലെ തന്നെ രോഗികൾക്കും നോമ്പ് മാറ്റിവെക്കാം, മറ്റൊരു ദിവസത്തിൽ നോറ്റ് വീട്ടാൻ കഴിയുമെങ്കിലും പരിശുദ്ധ റമദാനിലെ ഒരു നോമ്പിന് പകരമായി യുഗങ്ങളോളം നിങ്ങൾ നോമ്പ് നോറ്റാൽ അതിന് സമമാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 പേർ ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്നു. അതിൽ ഒരാൾ അള്ളാഹുവിന്റെ ജിഹാദിന്റെ മാർഗത്തിൽ അടർക്കളത്തിൽ വെച്ചുകൊണ്ട് ഷഹീദായി. പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന ആള് മരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ഷഹീദായ ആളിന്റെ മുമ്പേ സ്വർഗത്തിൽ എത്തുന്നവനായി പിന്നീട് രണ്ടാമത് മരിച്ച ആളുകൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതായി കണ്ടു. പ്രവാചകനോട് ചോദിച്ചു, എന്തേ
പിന്നീട് വന്ന ആളെങ്ങനെ സ്വർഗത്തിലേക്ക് ആദ്യമായി എത്തി? പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു റമദാനോട് കിട്ടില്ലേ. ഷഹീദായ മനുഷ്യന്റെ ശേഷം ഒരു കൊല്ലം അദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ലേ? രക്തസാക്ഷിയായിട്ടുള്ള ആളുകളെ പോലും പിന്നിലാക്കാൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് സാധിക്കും സഹോദരങ്ങളെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്. യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ അബൂ ഉമാമ പറയും, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ യുദ്ധത്തിലൊന്ന് ഷഹീദാകാൻ, അല്ലാഹുവിന്റെ മാർഗത്തിലൊന്ന് രക്തസാക്ഷിത്വം വഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയാറുണ്ട്, എനിക്ക് രക്തസാക്ഷികളുടെ കൂലി കിട്ടുവാൻ, ഷഹീദാകാൻ അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എപ്പോഴും പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സല്ലിംഹു വഅന്നിംഹു, പടച്ച തമ്പുരാനെ, അദ്ദേഹത്തെ നീ കാത്ത് രക്ഷിക്കുകയും വനീമത്ത് സ്വത്ത് കൊടുക്കുകയും ചെയ്യണമേ, ഷഹീദാണെന്ന് പ്രാർത്ഥിച്ചില്ല. 2-3 തവണ പ്രവാചകനോട് പറഞ്ഞിട്ടും പ്രവാചകൻ ഷഹീദാകാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, സ്വർഗം കിട്ടാനാണ് രക്തസാക്ഷിയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് രക്തസാക്ഷിയാകണമെന്ന് ഞാൻ കൊതിച്ചത്, സ്വർഗം കിട്ടാനാണ് പ്രവാചകര്. എന്നിട്ടും എന്തേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ പറയാ, അലൈക്കും ബിസ്സിയാമ, നീ നോമ്പ് നോൽക്കണം. ആ നോമ്പിന് തുല്യതയില്ല, സമാനതയില്ല. നീ നല്ലവനായി ജീവിച്ചാൽ ഷഹീദായ ഒരു മനുഷ്യന് കിട്ടുന്ന പദവിയേക്കാളും സമന്വിതമായ പദവി കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റമദാനിന്റെ പുണ്യം നമ്മൾ മനസ്സിലാകാതെ പോകാൻ പാടില്ല. ഒരു ദിവസം നോമ്പ് വെച്ചാൽ റമദാനിലെ ഒരൊറ്റ ദിവസം നോമ്പ് കൊണ്ട് ഒരാള് 70 കൊല്ലം നടന്നാൽ എത്രത്തോളം ദൂരം വരുമോ അത്രത്തോളം ദൂരം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അകറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി അൻ വജ്ഹിൻ നാറ 70 ഖരീഫാ. പരിശുദ്ധ റമദാനിലെ ഒരൊറ്റ നോമ്പ് കൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ മുഖത്തെ 70 വർഷത്തോളം നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒരൊറ്റ നോമ്പുണ്ട്. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഓരോന്നിനുള്ള കൂലി എന്താണെന്ന് നമ്മൾ അറിയണം, പ്രാർത്ഥിക്കുകയും വേണം. നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തന്നെ പറഞ്ഞ 2 ഡിമാൻഡാ. മൻ സ്വാമ റമദാൻ ഈമാനൻ വക്തിസാബ, ഈമാനോട് കൂടി നോമ്പ് നോൽക്കണം. കൊളസ്ട്രോൾ ആണ്, പ്രഷറാണ്, ഷുഗറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭക്ഷണം കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, തടി കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനായിരിക്കരുത് നോമ്പ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വിശുദ്ധ ഖുർആൻ എന്നോട് ആജ്ഞാപിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നുള്ള നിയ്യത്ത് വേണം. രണ്ടാമതായിട്ട് വേണ്ടതോ വഅ്തിസാബൻ, കൂലി കിട്ടണമെന്ന്. എത്ര കൂലിയാണ്? 70 കൊല്ലം. ഈ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ കൂലിട്ടുള്ളൂ. പെരച്ചക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ചോറൊക്കെ വെച്ച് വാക്കും തൈരൊക്കെ ഇട്ട് കുഴച്ചിട്ട് അടന്തി ഒക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നോമ്പ് നോച്ചാൽ മാത്രം കൂലിട്ടൂല. ഓരോ നോമ്പിനുള്ള കൂലി എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കൂലിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ സമ്പ്രദായമായിട്ട് ഒരു പതിവായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭക്ഷണം മാറ്റി വെക്കേണ്ട ഒരു സമയമാണ്. ഭക്ഷണം കുറയ്ക്കേണ്ട. ഇന്ന് ഗൃഹനാഥന്മാര് പറയട്ടെ, കഴിഞ്ഞ മാസം ഉണ്ടായ ചെലവായിരിക്കുമോ അടുത്ത റമദാനിൽ ഉണ്ടായ? 2 നിൽക്കുമോ?
മൂന്നറ്റിമ നിൽക്കോ? വത്തക്ക അല്ലെങ്കിൽ ശരിയാവൂല. സമൂസ പിന്നെ ഏതായാലും വേണം. പിന്നെ ഉന്നക്കായിൽ അതും പറ്റൂല അല്ലെ? എല്ലാം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭക്ഷണം കുറയ്ക്കേണ്ട മാസമാണ് വരാൻ പോണത്. ഏറ്റവും കൂടുതൽ ചെലവ് നമുക്കുണ്ടാകുന്നു എന്നതാണ് വസ്തുത. നമ്മൾ ജീവിക്കുന്ന ലോകം വഞ്ചനയുടെയും കാപട്യത്തിന്റെയും ലോക. ഒരാളും വിശ്വസിക്കാൻ പറ്റൂല. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ലോകം. ഈ ദുനിയാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല. കുട്ടികളെയോ മാതാപിതാക്കളെയോ അടുത്തുള്ള ആളുകളെയോ ഷെയർ ഹോൾഡേഴ്സിനോ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഒരാളും വിശ്വസിക്കാൻ കഴിയില്ല. എന്റെ മുന്നിൽ നിർത്തിച്ചാൽ ഞാൻ തിന്നോളൂന്ന്. എന്നെ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ലോകം. വിശ്വാസം നഷ്ടപ്പെടുക എന്നത് ഖിയാമത്തിന്റെ നാളാണ്, ഖിയാമത്തിന്റെ അടയാള. പ്രവാചകൻ പറഞ്ഞു, നോമ്പില് ലോകമാന്യതയില്ലാന്ന്. നോമ്പ് നോറ്റിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. നിസ്കരിക്കുന്നത് കാണാനാകും, സകാത്ത് കൊടുക്കുന്നതും വാങ്ങുന്നതും കാണാനാകും, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നതും കാണാനാകും, ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നതും പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയും. നോമ്പ് നോറ്റിട്ടുണ്ടോ? ചിലപ്പോൾ ചില ആൾക്കാർ നോമ്പ് സൽക്കാരത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടാവും, കാരക്കയും പിടിച്ച് ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. മൂപ്പര് ഉച്ചക്ക് നല്ല ചോറിച്ചിട്ടായിരിക്കാം. ഇത് മൂപ്പരിക്കേ അറിയുള്ളൂ. ഇതാണ് നോമ്പിന്റെ പ്രത്യേകത. ലോകമാന്യത തൊട്ടു തീണ്ടാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് നോമ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞ അസ്സൗമുലി, എനിക്കാണ് നോമ്പ്. നിസ്കാരമില്ലാതിരിക്കാം. അമൽ സ്വാലി ആർക്കാണ്? അമലുകളുടെ ആരാധനകളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു അമലുണ്ടെങ്കിൽ, ഒരു കർമ്മമുണ്ടെങ്കിൽ അത് നോമ്പ്. അസ്സൗമുലി, നോമ്പ് എനിക്ക. ഞാനായി കൂലി കൊടുക്കുക. ഞാൻ കരുതിന് എത്ര കൊടുക്കുന്ന, ഞാൻ എത്രയാണോ ഓരോരുത്തർക്കും നോമ്പ് കൊടുക്കാൻ എല്ലാവർക്കും ഒരു കൂലിയല്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും യാത്രയും എല്ലാം ഉണ്ടായിട്ട് ഇടങ്ങേറാക്കുന്ന ഒരാളും ദേശീയിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ സുഖനിദ്രയിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു കൂലി കൊടുത്താൽ മതിയാവും. സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പടച്ചവന് കൂലി നൽകുന്ന, കണക്കാക്കാനാകാത്ത കൂലി കൊടുക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു ആരാധന കർമ്മമാണ് നമ്മിലേക്ക് അടുത്തു വരുന്നത്. മനുഷ്യൻ സ്വാർത്ഥനാണ്. അവനാന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം സിന്ദാബാദ്. നമ്മൾ കേൾക്കാറില്ലേ? അവനാന്റെ കാര്യം മാത്രം. അവനാന് മാന്യമായി ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, അവനാന് സ്വസ്ഥമാകണം, ഭദ്രമാകണം. ഈ ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെ? പരലോകത്തെത്തിയാലോ? നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുക. നാളെ പരലോകത്ത് വന്നെന്തിക്കാൻ അവസ്ഥ? يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. എല്ലാവരും ഓടുക. يوم يفر المرء من أبيه من أخيه. സ്വന്തം സഹോദരനെ, കൂടപ്പിറപ്പുകളെ വിട്ടുകൊണ്ട് ഓടുന്നു. ഉമ്മിഹി, തന്റെ ഉമ്മയെയും, വഅബി, തന്റെ ഉപ്പയെയും, വസ്വാഹിബതി, തന്റെ ജീവിത പങ്കാളിയെയും, വബനി, താഴെ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രൂപത്തിൽ വളർത്തിയുണ്ടാക്കുന്ന നമ്മുടെ മക്കളെ പോലും ഇട്ടെറിഞ്ഞ് നമ്മൾ പോകും. എല്ലാവർക്കും പറയാനുള്ളത് അറിയോ? അവനാന് മാത്രം, അവനാന്റെ കാര്യം മാത്രം. സ്വാർത്ഥൻ, തികച്ചും സ്വാർത്ഥനായി മാറും പരലോകത്തിൽ എത്തുമ്പോൾ. ആ സമയത്ത് അള്ളാന്റെ കോടതിയിൽ വെച്ച് ഒരാൾക്കും ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത മത്സര. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വകാല സവാബാ. ഒരാൾക്കൊന്നും വർത്താനം പറയാൻ കഴിയില്ല അള്ളാന്റെ പെർമിഷൻ ഇല്ലാതെ. ഈ ദുനിയാവിൽ നന്മ ചെയ്യുകയും പടച്ച തമ്പുരാന്റെ അനുവാദമില്ലാതെ ഒരാൾക്കും സംസാരിക്കാനാകാത്ത മത്സരയിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പരിശുദ്ധ റമളാനിലെ നോമ്പും ഖുർആനും ഉണ്ടാകുമെന്ന്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആൻ ലിഅബ്ദി. ഓരോ അടിമക്കും ശുപാർശ പറയുവാൻ നോമ്പും അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനും ഉണ്ടാകും. നോമ്പ് പറയും, പടച്ചോനെ വാതിലടച്ച് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാഹചര്യം, അറക്കുള്ളിൽ വാതിലടച്ചുകൊണ്ട് താൻ ഭക്ഷണം കഴിച്ചാൽ ഒരാളും അറിയില്ല. താൻ എന്റെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചാൽ മറ്റൊരാളും അറിയില്ല. ഞാൻ നോമ്പുകാരനായതുകൊണ്ട് മാറ്റിവെച്ചു. നോമ്പ് പറയും, എന്നെ നോറ്റത് കൊണ്ടാണ് അവന് മാറ്റിവെച്ചതെന്ന് നോമ്പ് പറയും. ഖുർആൻ പറയും, രാത്രി സുഖമായി ഉറങ്ങേണ്ട സമയത്തിൽ എന്നെ സുദീർഘമായി പാരായണം ചെയ്ത് രാത്രി നമസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് ഖുർആൻ പറയും. ഖുർആനോട് നീതി പാലിക്കണം. ആദ്യത്തെ 1-2 ദിവസം ഭയങ്കര ആവേശീകരണം. ആ ഇരുത്തം കണ്ട 2 ദിവസം കൊണ്ട് ഖുർആന് കഴിയും തോന്നിപ്പോകും. അതോടെ കഴിഞ്ഞു. അത് 3-4 ദിവസം കൊണ്ട് തീർക്കേണ്ട ആവേശമല്ല. ഖുർആൻ റമദാൻ കഴിയുന്നത് വരെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അടുത്ത റമദാൻ നമ്മിൽ എത്ര ആളുകൾക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാനാകുമോ? കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ സ്വാലിഹായ കർമ്മങ്ങളും അതുപോലെ തന്നെ ഇഫ്താറും സംഗമങ്ങളും ചെയ്യാനുണ്ടായ പല ആളുകളും ഭൂമിന്റെ മുകളിലില്ല. അപ്പൊ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും അവസാനത്തെ റമദാനായി ഈ വരാനിരിക്കുന്ന ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയോടുകൂടി റമദാൻ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നോമ്പ്. ഒരു നോമ്പ് ഞാൻ കളയില്ല, ഒരു തറാവീഹ് ഞാൻ ഒഴിവാക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പിശാചിനെ ചങ്ങലക്കിടാനുള്ള പ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം ഈ ജുമുഅയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടതെന്നാണ്. അടർക്കളത്തിൽ തന്റെ ശരീരത്തിലേക്ക് വരുന്ന വെട്ടുകളും കുത്തുകളും അമ്പുകളും തടുക്കാൻ ഉപയോഗിക്കുന്ന പരിച, ആ പരിചയുടെ സ്ഥാനത്താണ് നോമ്പ്. വെട്ടുകളും കുത്തുകളും അമ്പുകളും അതുപോലെ തന്നെ ശത്രുവിന്റെ പഹരങ്ങളും തന്റെ ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പരിചയെ പോലെയാണ് നോമ്പ്. അസ്സിയാമു ജുന്ന, അസ്സിയാമു ജുന്ന. നോമ്പ് എന്ന് പറഞ്ഞൊരു പരിചയ. നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, തടയാൻ, സംരക്ഷണം ചെയ്യാൻ ആ നോമ്പ് കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. നീ ആലോചിക്കുന്നത്, നമ്മൾ എന്തിനാ അവിടെ ജീവിക്കണത്? എന്തിനാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ബിസിനസ്സും യാത്രയും അതുപോലെ തന്നെ മറ്റെല്ലാം നടത്തി നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നത്? നമ്മളൊക്കെ മറന്നു പോകുന്നൊരു വസ്തുണ്ട്. എന്തിനാണ് ഇങ്ങോട്ട് പടച്ചോന് പറഞ്ഞയച്ചതെന്നുള്ളത്. നമ്മുടെ നെട്ടോട്ടത്തിനിടയിൽ ഭൗതിക ലോകത്തിന്റെ സമൃദ്ധി സ്വന്തമാക്കാൻ ഉള്ള തന്ത്രപ്പാടിടയിൽ നമ്മൾ മറന്നു പോകുന്നു. ഇവിടുന്ന് മരിച്ചു പോകുമ്പോഴേ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ നരകത്തിൽ നിന്ന് അകന്ന് സ്വർഗത്തിന്റെ അവകാശിയായി മരിച്ചു പോകാൻ കഴിയുന്ന ആളുകളാണ് ഈ ദുനിയാവിലെ പരീക്ഷണത്തിലും ജീവിതത്തിലും വിജയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നോമ്പ് കൊണ്ട് 11 മാസത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കണം ഈ റമദാനിനെ നമുക്ക് യാത്രയാക്കേണ്ടത്. അതാ റസൂൽ പറഞ്ഞു, മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ചെയ്ത പാപങ്ങൾ മുഴുവൻ പരിശുദ്ധ റമദാനിലെ നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരും. ആ മുറാദ്, ആ നിയ്യത്ത് നമുക്ക് വേണം. പ്രവാചകൻ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിമ്പറിലേക്ക് വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 3 പ്രാർത്ഥന നടത്തുകയും പ്രവാചകൻ ആമീൻ പറയുകയും ചെയ്തതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന എന്താ? പരിശുദ്ധ റമദാൻ കിട്ടിയിട്ടും തന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാത്തവൻ
അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠവനാണ്. പ്രവാചകനോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാന്, കഴിഞ്ഞ റമദാന് കൊളാക്കിയതിന് അങ്ങനെ തന്നെ പറയട്ടെ, കഴിഞ്ഞ റമദാന് നഷ്ടപ്പെടുത്തിയതുപോലെ കൊറോണയായിരുന്നു അല്ലെ? കഴിഞ്ഞ വർഷങ്ങളിൽ, അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ കൊറോണയും അതുപോലെ തന്നെ മറ്റുള്ള രോഗവുമായതുകൊണ്ട് കൃത്യമായി നോമ്പ് നോൽക്കാൻ കഴിയാതെ നമ്മുടെ റമദാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ അങ്ങനെ ആകാൻ പാടില്ല. ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇന്ന് ജുമ്മ കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ സ്റ്റേജ് ഷോ ഉണ്ടായി. അവനാണ് ഇഷ്ടപ്പെടുന്ന നടീനടന്മാരും സെലിബ്രിറ്റികളും ഒക്കെ വരുമ്പോൾ അവരെ ഒന്ന് കാണാൻ, അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ, അവരുമായി ഒന്ന് സെൽഫി എടുക്കാൻ. എന്താ പറയുക, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടഷൻ, നാടും നഗരവും തിങ്ങി നിരങ്ങി തന്റെ സെലിബ്രിറ്റിയെ, തന്റെ പ്രിയപ്പെട്ട നടനെ ഒന്ന് കാണാൻ, നടിയൊന്ന് കാണാൻ തിരക്ക് കൂട്ടരുണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ജന്മം നൽകുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബിനെ കാണണമെന്നുള്ള ആഗ്രഹം നമുക്കില്ലേ? ചോദിക്കാതെ പറയാതെ പിക്കറ്റിങ്ങോ ബന്ധോ ഹർത്താലോ അതുപോലെ തന്നെ മറ്റുള്ള സമരങ്ങളോ ഒന്നും ചെയ്യാതെ നമുക്ക് വേണ്ടത് മുഴുവൻ തന്ന നമ്മുടെ റബ്ബിനൊന്ന് കാണണ്ടേ? നോമ്പുകാർക്ക് രണ്ട് സന്തോഷവേളയുണ്ട്. നോമ്പുകാർക്ക് രണ്ട് സന്തോഷവേളയുണ്ട്. ആ നോമ്പ് തുറക്കണ നേരത്തെ ആ കാരക്ക ഇങ്ങനെ പിടിച്ച്, കാരക്കന്റെ കുരുകുടി കളഞ്ഞ് ഉരുട്ടിയൊക്കെ പിടിച്ച് ചില ആൾക്കാര് ഇങ്ങനെ റെഡിയായി നിൽക്കുക പ്രതീക്ഷയോടുകൂടി. അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്തുള്ള സന്തോഷം ഇത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. രണ്ടാമതോ റബ്ബി, തന്റെ റബ്ബിനെ നേർക്ക് നേരെ ആകാശത്തിലെ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയുമോ? ഒരു മറയുമില്ലാതെ റബ്ബിനെ കാണാനുള്ള മഹാഭാഗ്യം നോമ്പുകാർക്ക് കിട്ടും. മോഹിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം റബ്ബിനെ കാണാന്. ഇനിയോ നമ്മൾ ജീവിക്കണ ഈ കാലം എന്ന് പറഞ്ഞാല് ഓഫറിന്റെ കാലം. ഭയങ്കര ഓഫറാണ്. വലിയ വലിയ ബോർഡുകളും ഫ്ലക്സുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ നമ്മള് ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. എന്ത് വാങ്ങിയാലും ആകർഷകമായ ഓഫറുകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ? വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ അയൺ ബോക്സ് ഫ്രീ അല്ലെ? അതുപോലെ മിക്സി വാങ്ങിക്കഴിഞ്ഞാൽ ഡിന്നർ സെറ്റ് ഫ്രീ. ഒരു സാരി വാങ്ങിയാൽ കൂടെ 2 സാരി ഫ്രീ അല്ലെ? 3 സോപ്പ് വാങ്ങിയാൽ 1 സോപ്പ് ഫ്രീ. സിമ്മിനോടൊപ്പം 1 മാസത്തെ നെറ്റ് ഫ്രീ. അവസാനം ആനനെ വാങ്ങിയാൽ തോട്ടി ഫ്രീ എന്ന് പറയുന്നതിന് പകരം തോട്ടി വാങ്ങിയാൽ ആന ഫ്രീ. പെണ്ണിനെ കിട്ടിയാൽ കുട്ടി ഫ്രീ അല്ലെ? എല്ലാം ഫ്രീന്റെ കാല, ഒക്കെ ഓഫറിന്റെ കാല. പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന ഓഫർ, ഡിസ്കൗണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങൾക്കും അല്ലാഹു ഇരട്ടി ഇരട്ടിയായി കൂലി നൽകും. കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹാ ഇലാ 700. 10 ഇരട്ടി മുതൽ 700 ഇരട്ടിയായി ഡിസ്കൗണ്ടിൽ, ഓഫറിൽ അല്ലാഹു ചെയ്തു. ഇപ്പത്തെ കച്ചവടക്കാരൊക്കെ, ഞാൻ കച്ചവടക്കാരെ കുറ്റം പറയല്ല, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെ, MRP ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്ക് പുള്ളും അല്ലെ, ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഡിസ്കൗണ്ടുകളും. അതുപോലെ ഞാനോ 5 കൊല്ലം കച്ചവടം നടത്തി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാളെയും അറിയില്ല, അങ്ങനെയാണ്, സത്യതാണ്. എല്ലാവരും അവനാ വാങ്ങിയതിന്റെ എന്നെക്കാളും വില കുറച്ചാലും കൊടുക്കൂലല്ലോ. 50% കൊടുത്താൽ ലാഭം ബാക്കി കയറും. അപ്പൊ പടച്ചോന്റെ ഓഫറില്ലേ, പടച്ചോന്റെ ഓഫർ മറന്നുകൊണ്ട് നമ്മള് ഈ ലോകത്തിലെ വെറുതെ കിട്ടിയാൽ അവിടെ അഞ്ചര തരത്തിക്കാരം വെറുതെ കിട്ടും. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരത്തിന് പോലും തിരക്കുണ്ടാക്കുന്ന അടുത്ത നാളെ വരുന്നവർക്കൊക്കെ 2000 രൂപ, ആദ്യ സ്വപ്നത്തിന് 2000, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരിക. ഇവിടുന്ന് പോകുമോ? ഇവിടുന്ന് നമ്മള് പോകുമോ?
ദുനിയാവിന്റെ കാര്യത്തിലൂടെ ഇങ്ങനെ പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് വാശിയില്ല, നമുക്ക് ആ ബോധമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ ഓഫറുകൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെന്നാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ അടിച്ചു വീശുന്ന ഗോനുവായിരുന്ന കൊടുങ്കാറ്റ് പോലെ, ഗോനുവും കത്രീനയും ഒക്കെ ഓമന പേരിൽ നമ്മൾ കൊടുങ്കാറ്റുകൾ കേൾക്കാറുണ്ട്. അടിച്ചു വീശിയാണ്, അടിച്ചു വീശൊന്നും വേണ്ട, ഒരു ചെറിയൊരു ബ്രീസ്, ചെറിയൊരു ഇളങ്കാറ്റെങ്കിലും ഉണ്ടാവണം. എല്ലാ വലിയ നോട്ടും 500 നോട്ടും അതുപോലെ തന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് പള്ളിയിലത്തെ ഇതിലിടാന് ആ കീറിയ 10ന്റെ നോട്ടായിട്ട് മാത്രം വരാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ അവനാണ് കീശിൽ ചാടിക്കോട്ടെ, ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ, ഇതേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ നശിച്ചു പോകും. അപ്പൊ പിരിവാരുണ്ടാകും, കളക്ഷൻ ഉണ്ടാകും, പല സംഗതികളും അവർ മുന്നോട്ട് പോണത് പരിശുദ്ധ റമദാനിലെ കളക്ഷൻ ഉണ്ടാകും. അത് പിരാഗി പറഞ്ഞു കൊടുക്കുക, എപ്പ നോക്കി ആരും പിരിവെന്ന് പറയണ്ട, ഉണ്ടാകും. പള്ളിക്ക് വരുമ്പോൾ പിരിവുണ്ടാകും. എന്തെങ്കിലും കീശയിലിട്ട് 100ന്റെ നോട്ടോ ഒരു 500 നോട്ടോ മാറ്റി വെച്ചോളി. അത് മുഴുവൻ സക്കാത്തൊക്കെ എത്തി ചേർക്കരുത്. സക്കാത്തും ധർമ്മം രണ്ടാ. ധർമ്മം എന്ന് പറഞ്ഞാൽ അവസരോചിതമായി കൊടുക്കേണ്ടതാ. സക്കാത്ത് നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. സക്കാത്ത് കണക്ക് നോക്കിയിട്ട് നിസാബ് നോക്കി കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും ചില്ലറ കീശയിലിട്ടോണ്ടി. ഇവിടെ പള്ളിന്റെ വിഷയത്തിൽ പ്രാധാന്യം നൽകണം. ഇവിടെ പള്ളി പണിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇനിയും മനസ്സ് തുറക്കാത്ത കുറെ ആൾക്കാരില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ മുന്നോട്ട് ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും എവിടെങ്കിലും എന്റെ ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള സമയം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ, ഓടി വന്നോളി, ധൃതിയിൽ വന്നോളൂ. ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനത്തിൽ, വജന്ന, സ്വർഗ്ഗത്തിലേക്ക്, അർളുഹ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ഓടി വന്നോളൂ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഈ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ മുഴുവൻ പാപങ്ങളിൽ നിന്ന് മുക്തി നേടി നല്ല മനസ്സുമായി, പാപമില്ലാത്ത കാപട്യമില്ലാത്ത നല്ല മനസ്സുമായി അള്ളാഹുവിന്റെ കോട്ടിലേക്ക് റയ്യാൻ കവാടത്തിലൂടെ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.